ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കാണിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്തും അല്ലെങ്കിൽ നമുക്ക് സ്നാക്കിൻ്റെ സമയത്തൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണത്. ഇപ്പോൾ വല്ലപ്പോഴൊക്കെ നമ്മുടെ കയ്യിലൊക്കെ പഴമൊക്കെ കൂടുതൽ പഴുത്ത് കഴിഞ്ഞാൽ നമുക്ക് അത് കുട്ടികളൊക്കെ കഴിക്കാൻ കറുത്ത കളറൊക്കെ ആയി കഴിഞ്ഞാൽ പൊതുവെ കുട്ടികളൊന്നും കഴിക്കാൻ കൂട്ടാക്കില്ല. മുതിർന്നവരായാലും അത്ര കൂടുതൽ പഴുത്ത് പോയാൽ അങ്ങനെ കഴിക്കാനൊന്നും ആർക്കും അത്ര ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഞാൻ കാണിക്കുന്നത്. നല്ല സിമ്പിളാണ്, വളരെ ഹെൽത്തിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ തുടങ്ങുന്നതിൻ്റെ മുന്നേ നിങ്ങൾ ഇതുവരെയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു നല്ല പഴുത്ത പഴം എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ നല്ല പഴുത്ത പഴം ഒന്നേ ഉള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഇത് കാണിക്കുന്നത്. ഇത് ഒരാൾക്ക് ധാരാളമാണ് ഇത്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ഒരു അളവൊന്നും നോക്കണ്ട കേട്ടോ. നിങ്ങളുടെ കയ്യിൽ എത്രയാണ് പഴമുള്ളത് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ കയ്യിലുള്ള റോബസ്റ്റ നല്ല പഴുത്ത പഴമാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് പഴമാണ് വെച്ചാൽ ആ പഴം എടുക്കാം. ഇപ്പോൾ നാട്ടിൽ നല്ല പാളയംകോടൻ പഴമില്ലേ, മൈസൂരിപ്പഴം അല്ലെങ്കിൽ ചെറുപഴം എന്നൊക്കെ പറയില്ലേ, അതൊക്കെ ഇതേപോലെ തന്നെ നല്ല കറുത്തുപോയ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതിലേക്ക് എപ്പോഴും നല്ല പഴുത്ത പഴമാണ് ഇതിനെപ്പോഴും ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ കറുത്ത് പോകണമെന്നില്ല, എന്നിരുന്നാലും നല്ല പഴുത്ത പഴം ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇതിന്. ഇതൊന്ന് കൈകൊണ്ട് നന്നായിട്ടൊന്ന് നന്നായിട്ട് ഉടച്ചെടുക്കണം. ഇപ്പോൾ കുറച്ച് വലിയ പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ ഗോതമ്പ് പൊടി എടുത്തിരിക്കുകയാണ്. ഗോതമ്പ് പൊടി ഒരു അരക്കപ്പിനേക്കാൾ കുറച്ച് കുറവ്, അരക്കപ്പിന് ഒരു ടേബിൾ സ്പൂൺ കുറവ് എന്നുള്ള രീതിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് നാളികേരം ഞാൻ ഒരു 1/4 കപ്പൊക്കെ എടുക്കാം, പക്ഷേ ഞാൻ കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. അപ്പോൾ നാളികേരമൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചാണ് ചേർക്കേണ്ടത്. ഇതിന് പ്രത്യേകിച്ച് ഒരു അളവൊന്നും നോക്കണ്ട. ഇതെല്ലാം കൂടി ചേർത്തിട്ട് പഴത്തിൻ്റെ രുചി നന്നായിട്ട് വേണം, പിന്നെ നാളികേരത്തിൻ്റെ ബൈറ്റ് കിട്ടണം. ആ ഒരു രീതിയിൽ ഗോതമ്പ് പൊടി ചേർത്താൽ മതി. കുറേ ഗോതമ്പ് പൊടി ചേർത്താൽ അതിന് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ആ പഴത്തിൻ്റെയും ആ നാളികേരത്തിൻ്റെയൊക്കെ ടേസ്റ്റ് നല്ല അറിയത്തക്ക വിധത്തിൽ മാത്രം ഗോതമ്പ് പൊടി ചേർക്കുക കേട്ടോ. അപ്പോൾ കൂടുതൽ ഗോതമ്പ് പൊടി ചേർക്കണ്ട. ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. വളരെ ഈസിയാണത്. അപ്പോൾ ഇതിലിനി നിങ്ങൾക്ക് നട്ട്സൊക്കെ ചേർക്കാം. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ കുറച്ച് കാഷ്യൂ നട്ടൊക്കെ വേണമെങ്കിൽ ചേർക്കാം. പിന്നെ പഴത്തിന് മധുരം, നിങ്ങൾക്ക് കുറച്ചും കൂടി മധുരം വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയോ ശർക്കരയോ ചേർക്കുക. എനിക്കിപ്പോൾ ഈ പഴത്തിൻ്റെ മധുരം ധാരാളമാണ്. ഞാൻ ഇതിലേക്ക് കുറച്ച് പാല് ചേർത്തിട്ടുണ്ട്. പാൽ അല്ലെങ്കിൽ വെള്ളം ചേർക്കാം. ഇനി നിങ്ങൾ പഴം കൂടുതൽ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ പിന്നെ പാലും വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്കിത് പരത്തിയെടുക്കാനുള്ള ഒരു പരുവത്തിൽ നമ്മൾ പഴം നന്നായിട്ട് ചേർത്താൽ മതി. ഇപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിലാണ് ഇപ്പോൾ ഇതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി വേണ്ടത്. കുറേ ലൂസൊന്നും ആവണ്ട. നമ്മളിത് കൈകൊണ്ട് തന്നെയാണ് പരത്തുന്നത്. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി മതി. അപ്പോൾ കുറച്ച് പാല് മാത്രം, അല്ലെങ്കിൽ പാല് വേണമെങ്കിൽ വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ ദോശക്കല്ല് ഞാൻ കുറച്ച് മയം പരത്തിയിട്ടുണ്ട്. ഒരു നുള്ള് ഉപ്പ് ചേർത്താലാണ് അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഉപ്പ് അത്ര കുറേയൊന്നും ഇടരുത്. ചെറിയൊരു നുള്ള് മാത്രം ഉപ്പും കൂടിയും ചേർത്തിട്ട് വേണം ഇത് മിക്സ് ചെയ്യാൻ. ഇപ്പോൾ ഞാൻ ദോശക്കല്ലുമ്പിലാണ് ചുടുന്നത്. കുറച്ച് മയം പരത്തിയിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ കൈകൊണ്ട് ഇത് ഒന്ന് പരത്തിയാൽ മാത്രം മതി. അത്യാവശ്യം കനം കുറച്ചിട്ട് പരത്താൻ ശ്രദ്ധിക്കുക. അപ്പോൾ അത് പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ നമ്മളിത് അടച്ചു വയ്ക്കൊന്നും വേണ്ട കേട്ടോ. ഇത് ഇങ്ങനെ തന്നെ സാധാരണ ദോശ ചുടണ പോലെ, അല്ലെങ്കിൽ ഓട്ടടയൊക്കെ നമ്മൾ ഉണ്ടാക്കില്ലേ, ഇത് ദോശക്കല്ലുമ്പിൽ ആ ഒരു രീതിയിൽ ഇത് ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മധുരം വേണ്ടവർക്ക് മധുരം ചേർക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് പരത്തിയിട്ടുണ്ട്. ഇതിൻ്റെ മീതെ ഞാൻ ഫോർക്ക് കൊണ്ട് ഒന്നിങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് നെയ്യോ വെളിച്ചെണ്ണ എന്താ വെച്ചാൽ ഇതിൻ്റെ മീതെ ഒന്ന് തൂവി കൊടുക്കാം. എണ്ണയുടെ ആവശ്യമൊന്നുമില്ല, എണ്ണ ഇല്ലാതെ ഇതുണ്ടാക്കാം, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ അതങ്ങനെ കുത്തി കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ പൊള്ളച്ച് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാ ഭാഗവും ഒരേപോലെ കുക്കാവാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ കത്തി കൊണ്ട് എന്തുകൊണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് പൊള്ളച്ച് വരുന്ന ആ ഭാഗത്ത് ഒന്ന് കുത്തി കൊടുത്താൽ മതി. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ്, ലേശം വെളിച്ചെണ്ണ. ഇപ്പോൾ ഇവിടെ നല്ല തണുപ്പാവുക കാരണം വെളിച്ചെണ്ണ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ അത്യാവശ്യം തൂവി കൊടുക്കുക. വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യ് എന്താ നിങ്ങൾക്ക് ഇഷ്ടം വെച്ചാൽ അത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വെളിച്ചെണ്ണ എണ്ണ ഇല്ല ഇതുണ്ടാക്കണം വെച്ചാൽ അങ്ങനെയും ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ തീ കുറച്ച് കൂടിയ കാരണം ഒരു സൈഡ് കുറച്ച് കൂടുതൽ ബ്രൗൺ ആയിപ്പോയി. അത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. എന്നിട്ട് മറ്റേ സൈഡൊന്ന് മറിച്ചിടുക.
അപ്പോൾ ഇതാ നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ പൊട്ടിച്ച് കഴിക്കാൻ എന്താ ഒരു ടേസ്റ്റ് അറിയോ? നല്ല ചൂടോടുക്കനെ തന്നെ കഴിക്കുക. നമുക്ക് വേറെ ചട്നിയൊന്നും വേണ്ട. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ഓഫീസിൽ പോകുന്നവർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ബ്രേക്ക്ഫാസ്റ്റാണ്. വളരെ ഹെൽത്തിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എണ്ണയും ഓയിലൊന്നും വേണ്ടെങ്കിൽ ഇല്ലാതെ ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം. താങ്ക്